ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ടെക്കി യാത്ര വ്ളോഗ്. എൻ്റെ പേര് അനന്തു റജിലാൽ. അപ്പോൾ ഞാൻ ഇന്ന് എത്തിയിരിക്കുന്ന ഒരു പുതിയ വീഡിയോ ആയിട്ടാണ്. ഇന്നത്തെ വീഡിയോ രണ്ട് കൂട്ടർ കാണരുത് കേട്ടോ. അതായത് താടി മീശ വളർത്താൻ ആഗ്രഹിച്ചവർക്ക് വീഡിയോ കാണണ്ട, സമയമില്ലാത്തവർ സമയമുള്ള മാത്രം വീഡിയോ കാണുക. ഓക്കെ, താടി മീശയും വളർത്താൻ വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് പ്രോഡക്റ്റുകൾ നമ്മുടെ ചാനൽ വഴി പിന്നെ ഞാൻ യൂസ് ചെയ്യുന്നതും എനിക്ക് റിസൾട്ട് കിട്ടിയിട്ടുള്ള പ്രോഡക്റ്റുകളെ പറ്റി ഞാൻ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ ഏറ്റവും നല്ലൊരു റിസൾട്ട് കിട്ടിയതും ഒരുപാട് പേര് യൂസ് ചെയ്തിട്ടുള്ളൊരു ബിയേഡ് ഓയിലാണ് ഹാർഡൻസ് ബിയേഡ് ഓയിൽ. ഓക്കെ, അപ്പോൾ ഇത് യൂസ് ചെയ്തിട്ട് ഒരുപാട് പേർക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. എനിക്കും നല്ല അടിപൊളി റിസൾട്ട് കിട്ടിയതും എൻ്റെ പാച്ചസ് കവറാവാനും ബിയേഡൊക്കെ നല്ല തിക്കാക്കി വരാനും പിന്നെ നല്ല രീതിക്ക് ഗ്രോത്ത് കൂട്ടാനൊക്കെ പറ്റി എന്നെ ഹെൽപ്പ് ചെയ്ത ബിയേഡ് ഓയിലാണ്. മിനോക്സിഡിൽ പോലുള്ള കെമിക്കൽസും കാര്യങ്ങളും ഒന്നും ഇല്ലാത്ത ഒരു പക്ക നാച്ചുറൽ ആയിട്ടുള്ളതും എന്നാൽ എഫക്റ്റീവായിട്ടുള്ള ഒരു ബിയേഡ് ഓയിലാണ് ഈ ബിയേഡ് ഓയിൽ. അതായത് ഈ ബ്രൗൺ കളറിൽ വരുന്ന ഒരു ബിയേഡ് ഓയിൽ, അതായത് ബ്രൗൺ പാക്കിംഗ് ആണ് കേട്ടോ. അപ്പോൾ ഇവരൊരു പുതിയ ബിയേഡ് ഓയിൽ ഇപ്പോൾ പുതുതായിട്ട് ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് റിവ്യൂ പർപ്പസിനായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഒന്ന് യൂസ് ചെയ്തു. അതിനായിട്ടാണ് ഞാൻ ഈ താടി മീശയൊക്കെ ഒന്ന് ട്രിം ചെയ്തത് കേട്ടോ. ട്രിം ചെയ്തിട്ട് ഏതാണ്ട് ഒരു 2 ആഴ്ചയോളം ആവും. അത് ശേഷം അത്യാവശ്യം നമുക്ക് എക്സിസ്റ്റിംഗ് ഉള്ള താടിയിൽ നമ്മൾ തേക്കുമ്പോഴത്തേക്കും നമുക്ക് വലിയ മാറ്റങ്ങളൊന്നും ചിലപ്പോൾ അറിയാൻ പറ്റില്ലായിരിക്കും. പക്ഷേ ഒരു പുതിയൊരു ബിയേഡ് നമ്മൾ സ്വിച്ച് ചെയ്ത സമയത്ത് നമ്മൾ താടി മീശയും ട്രിം ചെയ്തിട്ട് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ റിസൾട്ടും കാര്യങ്ങളൊക്കെ നമുക്ക് വേഗം തന്നെ മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസും കൂടി അവർ 2 വീക്സിലുള്ള എൻ്റെ ഒരു എക്സ്പീരിയൻസും പിന്നെ ആ വീഡിയോ നിങ്ങൾക്ക് പറ്റി പരിചയപ്പെടുത്തി തരാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് ആ പ്രോഡക്റ്റ് ഞാൻ കാണിച്ചു തരാം. ഇത് ഇവിടെ സൈഡിലോട്ടിരിക്കട്ടെ, കാണുന്നുണ്ടോ? കാണാം. ഇതാണ് പ്രോഡക്റ്റ്, കണ്ടോ? ഇതാണ് സാധനം. ഞാൻ അടുത്ത് കാണിച്ചു തരാം. അപ്പോൾ ഇത് ഒരു അടിപൊളി പാക്കേജിങ് ആണ് കേട്ടോ. ഇത് അത്യാവശ്യം നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു ബിയേഡ് ഓയിലാണ്. അതായത് ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 1699 രൂപയാണ് ഇതിൻ്റെ MRP ഇട്ടിരിക്കുന്നത്. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 1450 രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. അതായത് 50 ml, ഇത് 30 ml ആണ്, ഇത് 50 ml ആണ്. ക്വാണ്ടിറ്റി കുറച്ച് കൂടുതലുണ്ട് ഈ പ്രീമിയം ക്വാളിറ്റിക്ക്. ഇതിൽ നമുക്ക് ഇതിൽ തന്നെ കാണാൻ പറ്റും. ഇവിടെ ഫസ്റ്റിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് വിത്ത് റോമൻ ചമോമൈൽ ഓയിൽ. അത് എന്താണെന്ന് വെച്ചാൽ അത് ഒരുതരം ഫ്ലവറാണ് കേട്ടോ. ആ ഫ്ലവറിൻ്റെ ഒരു എസൻഷ്യൽ ഓയിലൊക്കെ ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെന്താണ് ഇതിനവർ കൊടുത്തിട്ട് പേര് ഡിസിപ്ലിൻ എന്നാണ്. അത് കൊള്ളാം. ഒരു മിനിമലിസ്റ്റിൻ്റെയൊക്കെ ഒരു സ്റ്റൈലുണ്ട് പാക്കേജിങ് കാണാനായിട്ട്. പിന്നെ ഇതിൻ്റെ ഇൻഗ്രീഡിയൻ്റ് എല്ലാം ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. എല്ലാം നാച്ചുറൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് തന്നെയാണ്. ഏറ്റവും സൂപ്പറായിട്ട് ഇവിടെ ഒരു ബാക്കിൽ ഒരു കോട്ട് പോലെ എഴുതി വെച്ചിട്ടുണ്ട്, ഡിസിപ്ലിൻ ലീഡ്സ് ടു. പിന്നെ ഹാർഡൻസിൻ്റെ ആ സിമ്പിളും കൂടി കൊടുത്തിട്ടുണ്ട്. അതെല്ലാം ഇമ്പ്രസീവ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് അധികം ലാഗൊന്നും വേണ്ട. നമുക്കിത് ബോക്സ് തുറന്ന് നോക്കാം. ഇതാണ് കേട്ടോ, ഇരിക്കട്ടെ. ഇതാണ് കേട്ടോ ബോട്ടിൽ. അടിപൊളിയായിട്ടുണ്ട്, കണ്ടോ? ഇതിലും അതേപോലെ തന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. നമുക്കിതിൽ മെയിനായിട്ടും ഇത് സാധനം കൊള്ളാം കേട്ടോ. നമ്മുടെ പഴയ ബോട്ടിൽ അതും കൂടി ഞാനൊന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കാം. നമ്മുടെ പഴയ ബോട്ടിൽ ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്കും ഇതിനകത്തൊരു ടാഗും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊന്നും ഇതിനകത്തൊന്നുമില്ല. ഓക്കെ, ഇത് പുതിയത്, ഇത് പഴയത്, കണ്ടല്ലേ? വ്യത്യാസം നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇത് 50 ml ആണ് കേട്ടോ, ഇത് 30 ml ആണ്. ഇതൊരു ബ്രൗൺ സ്റ്റിക്കറും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. ഇതൊരു വൈറ്റ് സ്റ്റിക്കറാണ്. ഇത് നമ്മൾ ഈ ഫോണൊക്കെ അൺബോക്സ് ചെയ്യാനൊക്കെ ഇപ്പോൾ എല്ലാം പറയണമല്ലോ പറയുമ്പോഴത്തേക്ക്, അതുകൊണ്ട് എല്ലാം ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞാൽ. രണ്ടും ഗ്ലാസ് ബോട്ടിലാണ് കേട്ടോ, കണ്ടോ? രണ്ടും ഗ്ലാസ് ബോട്ടിലാണ്. നമുക്കിത് ഓപ്പൺ ചെയ്തിട്ട് ഇതിൻ്റെ സ്മെല്ല് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. ഞാൻ ഓൾറെഡി 2 ആഴ്ചയോളം യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഇനി ഒന്നുകൂടെ എക്സ്പ്രഷൻ ഇട്ട് അഭിനയിക്കേണ്ടി വരും. കണ്ടോ? ഇത് പക്ക ഒരു സിറം ബേസ്ഡ് ആണെന്ന് പറയാം. നല്ല ഒരു അത്യാവശ്യം ഓയിലൊന്നും അല്ലാത്തൊരു എൻ്റെ മോനെ സൂപ്പർ മണമാണ് കേട്ടോ. അടിപൊളി. ഇതിൻ്റെ ഫ്രാഗ്രൻസ് യൂസ് ചെയ്തിരിക്കുന്ന എനിക്ക് തോന്നുന്നത് ബെർഗാമൂട്ട് ഓയിൽ എന്ന് പറഞ്ഞ ഒരു എസൻഷ്യൽ ഓയിലുണ്ട് കേട്ടോ. അതും ഈ റോമൻ ചമോമൈലി ഓയിൽ കൂടെ യൂസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ നല്ല പക്ക മണം കിട്ടുന്നുണ്ട്. നമുക്കിതിനകത്ത് വേറെ ഫ്രാഗ്രൻസ് ആയിട്ട് സാധാരണ യൂസ് ചെയ്യുന്ന കെമിക്കൽസ് ഒന്നും ഈ ബിയേഡ് യൂസ് ചെയ്തിട്ടില്ല. എല്ലാം നാച്ചുറൽ ആയിട്ടുള്ള ഓയിൽസാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ഇൻഗ്രീഡിയൻറ്റ് പറ്റി നമുക്ക് പറയുമ്പോഴത്തേക്കും അടിപൊളി ഇൻഗ്രീഡിയൻ്റ് ആയിട്ടല്ല യൂസ് ചെയ്തിരിക്കുന്നത്. അതായത് നമ്മുടെ ഈ നോർമൽ ബിയേഡ് ഓയിലായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും അത് നിന്ന് ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ടുള്ളതും കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ള എസൻഷ്യൽ ഓയിലൊക്കെയാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇതൊരു പ്രീമിയം കാറ്റഗറി ഒരു ബിയേഡ് ഓയിലായിട്ട് വന്നത്. അതായത് ഇത് കുറച്ചും കൂടി എക്സ്പെൻസീവ് ആയിട്ടുള്ള വന്നത് കേട്ടോ. ഇത് യൂസ് ചെയ്തിരിക്കുന്നത് പംകിൻ സീഡ് ഓയിൽ യൂസ് ചെയ്തിട്ടുണ്ട്.
അവക്കാഡോ ഓയിൽ, വാട്ടർമെലൺ സീഡ് ഓയിൽ, ഒനിയൻ സീഡ് ഓയിൽ, റോമൻ ചമമലി ഓയിൽ, ഫ്രാങ്കസ്റ്റീൻസ് ഓയിൽ. ഫ്രാങ്കസ്റ്റീൻസ് ഓയിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ കുന്തിരിക്കം കേട്ടിട്ടില്ലേ, ആ ഒരു സാധനം ഉണ്ട്, അതിൻ്റെ എസൻഷ്യൽ ഓയിലാണ്. പിന്നെ ക്യാരറ്റ് സീഡ് ഓയിലുണ്ട്, ബെർഗാമൂട്ട് ഓയിൽ. ബെർഗാമൂട്ട് ഓയിൽ അടിപൊളി സാധനം കേട്ടോ, നമ്മുടെ ഹെയർ അതൊക്കെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞുതരാം എന്തൊക്കെയാണെന്ന്. പിന്നുള്ളത് പെപ്പർമെൻറ്റ് ഓയിൽ, ഓറഞ്ച് ഓയിൽ. ഇത്രയും എസൻഷ്യൽ ഓയിൽസാണ്, ഇത്രയും ഇൻഗ്രീഡിയൻ്റ് ആണ് ഈ ബിയർഡ് ഓയിൽ യൂസ് ചെയ്തിരിക്കുന്നത്. ഈ ബെർഗാമൂട്ട് ഓയിൽ എന്ന് പറയുന്നത് അതൊരു സിട്രസ് ഫ്രൂട്ടാണ് കേട്ടോ. ഈ ബെർഗാമൂട്ട് എന്ന് പറയുന്നത് നമ്മുടെ ഈ ഓറഞ്ച് പോലെയൊക്കെയുള്ളൊരു ഫ്രൂട്ടാണ്. അത് കൂടുതൽ കണ്ടുവരുന്നത് യൂറോപ്പിലും ഒക്കെയാണ്. ഇത് ലാർജ് പ്രൊഡക്ഷൻ ചെയ്യുന്നത് ഇറ്റലിയിലേക്കാണ്. ഞാൻ കുറച്ച് ഗൂഗിളൊക്കെ ചെയ്ത് നോക്കി. ഇത് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോഴേ നമ്മൾ ബിയർഡിലുള്ള ഇച്ചിങ്, അതായത് ചൊറിച്ചിൽ, താരൻ, അങ്ങനെയുള്ള പ്രശ്നങ്ങൾക്ക് ഒരു ബെറ്ററാണ് ഈ ബെർഗാമൂട്ട് ഓയിൽ എന്ന് പറയുന്നത്. ഈ ബെർഗാമൂട്ട് ഓയിൽ എന്ന് പറയുന്നത് നമ്മുടെ ബിയർഡ് ഗ്രോത്തിനെ നന്നായിട്ട് ബൂസ്റ്റ് ചെയ്യും. രണ്ടാമത് ഇതിലുള്ള മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത്, അത് ഫ്രണ്ടിൽ തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ട് കേട്ടോ, റോമൻ ചമമേലി ഓയിൽ. ഈ ചമമേലി ഓയിൽ എന്ന് പറയുന്ന സാധനം എന്ന് പറയുന്നത് നമുക്ക് നിങ്ങൾ ഗൂഗിൾ ചെയ്തൊക്കെ കാണാൻ പറ്റും. കുഞ്ഞു 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 വെള്ളപ്പൂക്കളാണ് കേട്ടോ. വെള്ളപ്പൂക്കളിൽ സെൻട്രലിൽ മഞ്ഞ വരുന്ന ആ സാധനമാണ് ഈ ചമമേലി ഓയിൽ എന്ന് പറയുന്നത്. അത് നമുക്ക് യൂസ് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ബിയർഡ് അല്ലെങ്കിൽ നമ്മുടെ ഹെയറിനെ നന്നായിട്ട് തിക്കാവാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സാധനമാണ് ഈ ചമമേലി ഓയിൽ എന്ന് പറയുന്നത്. ഈ ചമമേലി എന്ന് പറയുമ്പോഴത്തേക്കും ഇടയ്ക്കിടയ്ക്ക് വായിന്ന് പോകുന്നുണ്ട്. ഈ ചമമേലി ഓയിലിൻ്റെ ഒരു ഉപയോഗം എന്ന് പറയുന്നത്, ഈ ഓയിൽ നമുക്ക് ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാൻ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പം നമുക്ക് നമ്മൾ ഈ യൂസ് ചെയ്തതിന് ശേഷം നമുക്കുള്ള ഈ ബ്ലഡ് സർക്കുലേഷൻ കൂടിയാൽ മാത്രമേ നമുക്ക് അവിടെ കൂടുതൽ ഓക്സിജനും ഈ ന്യൂട്രിയൻസൊക്കെ വന്നിട്ട് നമുക്ക് ഹെയർ ഗ്രോത്ത് ഉണ്ടാവുകയുള്ളൂ. മാത്രമല്ല ഈ ഇൻഗ്രീഡിയൻറ്റ് സെൻസിറ്റീവ് സ്കിന്നിന് പറ്റിയ ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് ഈ ചമമേലി ഓയിൽ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഡ്രൈനെസ്സിനും ഡ്രാൻഡ്രഫിനും പറ്റിയ ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് ഈ ചമമേലി ഓയിൽ എന്ന് പറയുന്നത്. പിന്നെയുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ഫ്രാങ്കസ്റ്റീൻസ് ഓയിൽ. ഫ്രാങ്കസ്റ്റീൻസ് ഓയിൽ എന്ന് പറയുമ്പോൾ അത് നമുക്ക് ഹെയർ ഗ്രോത്തിനെ നന്നായിട്ട് ബൂസ്റ്റ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് ഈ ഫ്രാങ്കസ്റ്റീൻസ് ഓയിൽ എന്ന് പറയുന്നത്. പിന്നെ ഇതിൽ അടങ്ങിയിരിക്കുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ഓറഞ്ച് ഓയിലാണ് കേട്ടോ. ഈ ഓറഞ്ച് ഓയിൽ ബെർഗാമൂട്ട് ഓയിലിൻ്റെയൊക്കെ നല്ലൊരു സ്മെല്ലാണ്, നല്ലൊരു സിട്രസ് സ്മെല്ലാണ് നമുക്ക് ഈ ബിയർഡ് ഓയിൽ യൂസ് ചെയ്യുമ്പോൾ കിട്ടുന്നത്. എപ്പോഴും നല്ലൊരു മണമായിരിക്കും. ഇത് തേച്ച് കഴിഞ്ഞാൽ നമ്മൾ സാധാ ബിയർഡ് ഓയിൽ പോലെ അല്ല, നമുക്ക് നല്ലൊരു മണമാണ്. ഞാൻ ഹെയറിലും അപ്ലൈ ചെയ്ത് നോക്കി കേട്ടോ. നമുക്ക് മൂക്കൊക്കെ തുറക്കുന്ന ആ നല്ലൊരു സിട്രസ്, നമുക്ക് ഈ ഓറഞ്ച് നിങ്ങൾ കയ്യിൽ വെച്ച് ഇങ്ങനെ ഞെക്കി നോക്കിയാണ്, അപ്പോൾ ഒരു മണം വരത്തില്ലേ, അതുപോലുള്ള ഒരു ഫീലാണ് നമ്മൾ ഇത് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത്. നമ്മുടെ ഹെയറിനൊക്കെ തിക്കാവാൻ ഈ ഓറഞ്ച് ഓയിൽ ഹെൽപ്പ് ചെയ്യാറുണ്ട്. ഹെയറിന് ഒരു നറിഷ്മെൻറ്റ് കിട്ടാനും പിന്നെ നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ ഡാൻഡ്രഫ് അങ്ങനെയുള്ള പ്രശ്നങ്ങൾക്ക് പറ്റിയ ഒരു ഓയിലാണ് ഓറഞ്ച് ഓയിൽ എന്ന് പറയുന്നത്. പിന്നെ ഇതിൽ ഓയിലേക്ക് വരുമ്പോഴത്തേക്കും ഇതിൽ മെയിനായിട്ട് കൊടുത്തിട്ടുണ്ട് പംകിൻ സീഡ് ഓയിലാണ് കേട്ടോ. പംകിൻ സീഡ് ഓയിൽ എന്ന് പറയുമ്പോഴത്തേക്കും, പംകിൻ സീഡ് എന്ന് പറയുന്നത് നമ്മുടെ ഈ മത്തൻ്റെ വിത്തിനാണ് പംകിൻ സീഡ് എന്ന് പറയുന്നത്. പംകിൻ സീഡ് ഓയിലിനകത്ത് അയണിൻ്റെ കണ്ടൻറ്റും ലൂസിൻ്റെ കണ്ടൻറ്റും വളരെ കൂടുതലായിട്ടുണ്ട്. അത് നമ്മുടെ ഹെയർ ഗ്രോത്തിനെ നന്നായിട്ട് ബൂസ്റ്റ് ചെയ്യും. നമ്മുടെ ഈ ഉള്ള ഹെയറിന് നല്ല രീതിക്ക് തിക്കാക്കി വളരാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്രോപ്പർട്ടി ഉള്ളതാണ് നമ്മുടെ പംകിൻ സീഡ് ഓയിൽ. നിങ്ങൾക്ക് ഇതിലുള്ള എല്ലാ ഇൻഗ്രീഡിയൻറ്റും നിങ്ങൾക്ക് ഗൂഗിൾ ചെയ്ത് നോക്കാം കേട്ടോ. ഇപ്പം ഞാനിത് മൊത്തം പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ലെങ്ത് ആയി പോകും. പിന്നെ ഇതിലുള്ള നല്ലൊരു ഇൻഗ്രീഡിയൻ്റ് ആണ് അവക്കാഡോ ഓയിൽ യൂസ് ചെയ്തിട്ടുണ്ട്. അവക്കാഡോ ഓയിൽ എന്ന് പറയുമ്പോഴത്തേക്കും വൈറ്റമിൻ എ, ഇ, B6 പിന്നെ D ഇത്രയും ഇതിൻ്റെ ഒരു കലവറാണ് കേട്ടോ ഈ അവക്കാഡോ ഓയിൽ എന്ന് പറയുന്നത്. അവക്കാഡോ ഓയിൽ നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ ഹെയർ ഗ്രോത്തിനെ നന്നായിട്ട് ബൂസ്റ്റ് ചെയ്യാനും ഉള്ള ഹെയറിനെ നല്ല തിക്കാക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഓയിലാണ് അവക്കാഡോ ഓയിൽ എന്ന് പറയുന്നത്. പിന്നെ ഇതിലുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് വാട്ടർമെലൺ സീഡ് ഓയിലാണ്. വാട്ടർമെലൺ സീഡ് ഓയിൽ എന്ന് പറയുമ്പോൾ നമ്മുടെ ബിയർഡിനെ നല്ല കട്ടി കൂട്ടാനും ഒന്ന് സോഫ്റ്റ് ആക്കാനും. ഈ കട്ടി കൂട്ടുക സോഫ്റ്റ് ആക്കുക എന്ന് പറയുമ്പോൾ നിങ്ങൾ കൺഫ്യൂഷൻ ആകണ്ട. കട്ടി എന്ന് വെച്ചാൽ നമുക്ക് ഉള്ള തിക്നെസ്സൊക്കെ നന്നായിട്ട് ആവുന്നതാണ്. പിന്നെ സോഫ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മളെ സാധാരണ ഒരു നല്ല ഫ്രിസി ആയിട്ടിരിക്കുന്ന ഹെയർ ഉണ്ടല്ലോ, അതിനൊക്കെ അതുപോലെ അതൊന്ന് മാറി ഒന്ന് സോഫ്റ്റ് ആവണം. നമുക്ക് അത്യാവശ്യം താടി ഉള്ളവർക്ക് അറിയാൻ പറ്റും, അപ്പം ഒന്ന് സോഫ്റ്റ് ആയെങ്കിൽ എന്നവർ വിചാരിക്കും. അപ്പോൾ അതുപോലുള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ളതിന് ഏറ്റവും ബെറ്ററാണ് നമ്മുടെ ഈ വാട്ടർമെലൺ സീഡ് ഓയിൽ എന്ന് പറയുന്നത്. അത് മാത്രമല്ല നമുക്ക് ഈ ഹെയർ ഗ്രോത്തിന് കൂട്ടാനും ഉള്ള ഹെയറിനെ നല്ല തിക്കാക്കി വളർത്താനും ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ വാട്ടർമെലൺ ഓയിലും. പിന്നെ അതുപോലെ തന്നെ ക്യാരറ്റ് സീഡ് ഓയിലും നമ്മുടെ ബിയർഡ് ഗ്രോത്തിനെ നന്നായിട്ട് ബൂസ്റ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ്. പിന്നെ ഇതിലുള്ളൊരു മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് പെപ്പർമെൻറ്റ് ഓയിലാണ് കേട്ടോ. പെപ്പർമെൻറ്റ് ഓയിൽ എന്ന് പറയുന്ന സാധനം അടിപൊളി ഐറ്റമാണ്. നമ്മുടെ ബിയർഡ് ഗ്രോത്തിന് നന്നായിട്ട് ബൂസ്റ്റ് ചെയ്യുന്ന ഒരു സാധനമാണ് പെപ്പർമെൻറ്റ് ഓയിൽ എന്ന് പറയുന്നത്. പെപ്പർമെൻറ്റ് ഓയിൽ നമ്മൾ യൂസ് ചെയ്യുമ്പോഴത്തേക്കും അത് ഒരുവിധം എല്ലാ ബിയർഡിൻ്റെ പ്രശ്നങ്ങൾക്കും പരിഹാരമുള്ള ഒരു ഓയിലാണ് പെപ്പർമെൻറ്റ് ഓയിൽ എന്ന് പറയുന്നത്. നമുക്ക് നല്ല രീതിക്കുള്ള ബിയർഡ് ഗ്രോത്ത് ഉണ്ടാവാനും ബിയർഡ് ഇച്ചിങ് പിന്നെ ഈ ഡാൻഡ്രഫ് അതുപോലുള്ള പ്രശ്നങ്ങൾ വരാനും നമുക്ക് പാച്ചസ് ഒക്കെ കവർ ചെയ്യാനും ഒക്കെ പറ്റിയ ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് ഈ പെപ്പർമെൻറ്റ് ഓയിൽ എന്ന് പറയുന്നത്. ഒരുവിധം ബിയർഡ് ഓയിലൊക്കെ പെപ്പർമെൻറ്റ് ഓയിൽ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ അത്രയ്ക്കും നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള ഓയിലാണ് പെപ്പർമെൻറ്റ് ഓയിൽ. അതുപോലെ തന്നെ പിന്നെ ഒനിയൻ സീഡ് ഓയിൽ, ഈ ഒനിയൻ സീഡ് ഓയിൽ
ഇതറിയാം ഒനിയൻ നമ്മൾ ചില ആൾക്കാർ കണ്ടിട്ടില്ലേ ഈ ഉള്ളി ചതച്ചിട്ട് എൻ്റെ നീരൊക്കെ തേക്കുന്നതാണ്. അതും നമുക്ക് ഹെയർ ഗ്രോത്തിനെ നന്നായിട്ട് ബൂസ്റ്റ് ചെയ്യുന്ന സാധനമാണ് ഒനിയൻ സീഡ് ഓയിലൊക്കെ എന്ന് പറയുന്നത്. ഞാൻ ഈ ബീഡ് ഓയിലിൻ്റെ ഇൻഗ്രീഡിയൻറ്റിനെ പറ്റി ഒരുപാട് പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിച്ചെന്നറിയാം. പക്ഷേ പറയാതിരിക്കാൻ കഴിയില്ലല്ലോ. ഒരുവിധം നമ്മൾ ഏത് പ്രോഡക്റ്റ് എടുത്താലും ഞാൻ അതിൻ്റെ ഇൻഗ്രീഡിയൻറ്റിനെ കുറിച്ച് പറയാറുണ്ട്, അതിൻ്റെ യൂസും കാര്യങ്ങളൊക്കെ പറയാറുണ്ട്. എങ്കിലും നമുക്ക് അതിൻ്റെ ഉപയോഗം, നിങ്ങൾക്ക് ഈ വീഡിയോ കാണുന്നതുകൊണ്ട് എന്തെങ്കിലും ഉപയോഗം ഉണ്ടാവണ്ടേ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇൻഗ്രീഡിയൻറ്റിനെ പറ്റി മൊത്തം വിശദമായിട്ടൊന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഡൗട്ട് ഉണ്ടായിട്ട് എനിക്ക് പിന്നെയും വാട്സപ്പിലും ഇൻസ്റ്റാഗ്രാമിൽ എനിക്ക് മെസ്സേജ് ചോദിക്കാറുണ്ട്. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെ എനിക്ക് പിന്നെയും മെസ്സേജ് ആയിട്ട് വരാറുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഫുൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഈ വീഡിയോ പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ സമയമുള്ളപ്പോൾ മാത്രം നിങ്ങൾ വീഡിയോ കണ്ടാൽ മതി എന്ന് പറഞ്ഞത് കേട്ടോ. താടി മീശയൊക്കെ വളർത്താൻ വേണ്ടിയിട്ട് മിനോക്സിഡിൽ യൂസ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഇല്ലേ? ഞാനും മിനോക്സിഡിൽ യൂസ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ നിങ്ങൾ മിനോക്സിഡിലൊക്കെ പോകുന്നതിന് മുന്നേ നിങ്ങൾക്ക് യൂസ് ചെയ്ത് നോക്കാൻ പറ്റിയ ഒരു പ്രോഡക്റ്റാണിത് കേട്ടോ. അത് ഞാൻ പറയുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും നല്ല ബീഡ് ഗ്രോത്തിനെ ഹെൽപ്പ് ചെയ്യുന്നതായിട്ടുള്ള നാച്ചുറൽ ഓയിൽസാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം എനിക്ക് തോന്നുന്നത് നല്ലൊരു റിസൾട്ട് ഉണ്ടാകാൻ പറ്റും. കാര്യം എന്ന് വെച്ചാൽ പഴയ ഇവരുടെ ബീഡ് ഓയിൽ തന്നെ അത്യാവശ്യം നല്ല അടിപൊളി റിസൾട്ട് കിട്ടിയതാണ്. നിങ്ങൾക്കറിയായിരിക്കാം എനിക്കുള്ളതായ ഈ ഭാഗങ്ങളിലൊക്കെ നല്ല പാച്ചസ് ഉണ്ടായിരുന്നു. ഇവിടെ ഈ രണ്ട് സൈഡ് നല്ല പാച്ചസ് ഉണ്ടായിരുന്നു. അതെല്ലാം എനിക്ക് കവറായി കിട്ടിയത് ഈ ബീഡ് ഓയിൽ യൂസ് ചെയ്തിട്ടാണ്. പിന്നെ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഈ ബീഡ് ഓയിൽ യൂസ് ചെയ്തിട്ട് എനിക്ക് റിസൾട്ട് കിട്ടിയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കൺഫ്യൂഷനാണ്. 2 ആഴ്ച കൊണ്ടൊന്നും നമുക്കൊരു ബീഡ് ഓയിലിന് ഒരു റിസൾട്ടും കിട്ടില്ല. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. ഏതൊരു പ്രോഡക്റ്റ് വാങ്ങി യൂസ് ചെയ്താലും അത് 1 or 2 ബോട്ടിലെങ്കിലും നിങ്ങൾ മിനിമം യൂസ് ചെയ്തിരിക്കണം. അത് റെഗുലറായിട്ട് യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ 2 നേരം പറ്റുമെങ്കിൽ ബീഡ് ഓയിൽ യൂസ് ചെയ്യുന്നത് ഏറ്റവും ബെറ്ററാണ്. ചിലപ്പോൾ ജോലി കാരണം അല്ലെങ്കിൽ എന്തെങ്കിലും തിരക്കുള്ളത് കൊണ്ട് 1 നേരം ആക്കി കുഴച്ചാലും യാതൊരു പ്രശ്നവുമില്ല. പക്ഷേ യൂസ് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾ നന്നായിട്ട് മസാജ് ചെയ്തും കൂടി കൊടുക്കുക. ഓക്കെ, ഇത്ര ചെയ്യാമുള്ളൂ. പിന്നെ ബീഡ് ഓയിൽ യൂസ് ചെയ്തതിന് മുന്നേ ആയിട്ട് നിങ്ങൾ നന്നായിട്ട് ഫേസ് വാഷ് ചെയ്യുക. വാഷ് ചെയ്ത് ഡ്രൈ ആക്കിയതിന് ശേഷം മാത്രം ഒരു ബീഡ് ഓയിൽ അപ്ലൈ ചെയ്യുക. അതായത് വെറ്റ് സ്കിൻ, അത് നനവുള്ള വെള്ളമൊക്കെ ഉള്ള ടൈമിൽ നിങ്ങൾ ബീഡ് ഓയിൽ യൂസ് ചെയ്യരുത്. അത് എൻ്റെ പ്രശ്നം എന്ന് പറയുന്നത് അത്യാവശ്യം താടിയൊക്കെ ഉള്ള ഒരാൾക്കാണെങ്കിൽ വെള്ളം നനവിലോട്ട് നമ്മൾ ഈ എണ്ണ ഇവിടെ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും അതെല്ലാം കൂടെ അവിടെ ഇരുന്നിട്ട് നമുക്ക് ചൊറിച്ചിലും സ്മെൽസും പിന്നെ അതുപോലെ തന്നെ മെയിനായിട്ടും ഡാൻഡ്രഫ് ഉണ്ടാവാനും ഒരുപാട് ചാൻസ് കൂടുതലാണ് നമ്മൾ ഈ നനഞ്ഞിരിക്കുന്ന ഹെയറിൽ എന്തെങ്കിലും ഓയിൽ അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, പിന്നെ മിനോക്സിഡിൽ ഇപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കും പറ്റിയ ഒരു ബീഡ് ഓയിലാണ്. നിങ്ങൾക്ക് ഞാൻ ഉറപ്പ് തരാം, നിങ്ങൾക്ക് മിനോക്സിഡിൽ മാത്രം യൂസ് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ബിയേഡ് ചൈനക്കാരെ പോലെ ഇങ്ങനെ ഇങ്ങനെ നമ്മൾ പെണ്ണുങ്ങളൊക്കെ മുടി വെട്ടി നമ്മൾ ഒരു താടി ഒട്ടിച്ചായിരിക്കും അതുപോലെ ഇങ്ങനെ വളർന്നിറങ്ങും എന്നല്ലാണ്ട് അതിനൊരു തിക്നെസ് ഉണ്ടാവില്ല. അത് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ, നിങ്ങൾക്ക് തന്നെ അറിയായിരിക്കും. നമുക്ക് നമുക്ക് ഉള്ള ഹെയറിന് നല്ല കട്ടിയാക്കി എടുക്കാൻ പറ്റിയ ഒരേ ഒരു സാധനം എന്ന് പറഞ്ഞാൽ ബീഡ് ഓയിൽസാണ്. പിന്നെ നമുക്ക് കുറച്ച് ഡയറ്റും കൂടി നോക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് ഈ ബീഡ് ഓയിലിനെ പറ്റി പറയാനുള്ളത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറുണ്ട്, അതിലോട്ട് നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം. ഞാൻ ഫ്രീ ആകുമ്പോൾ റിപ്ലൈ തരാം. നിങ്ങൾ കമൻറ്റുകൾ കൂടി ചോദിക്കുക. ഓക്കെ, ഞാൻ കമൻറ്റ് വഴി റിപ്ലൈ തരാൻ ശ്രദ്ധിക്കാം. അപ്പോൾ എല്ലാവർക്കും കാണാനും പറ്റും. പിന്നെ ഞാനിത് യൂസ് ചെയ്തിട്ട് എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ അടിപൊളിയാണ്. അടിപൊളി എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വളരെ ലൈറ്റ് വെയിറ്റ് ആണ്. നമ്മുടെ പഴയ ബീഡോട് കമ്പയർ ചെയ്യുമ്പോൾ വളരെ ലൈറ്റ് വെയിറ്റ് ആണ്. നമ്മളത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ വളരെ വേഗം തന്നെ അത് പെനട്രേറ്റ് ആവുന്നതാണ് കേട്ടോ. ഇങ്ങനെ ഒരു ഓയിലി ഫീൽ നമ്മുടെ സ്കിന്നിന് ഉണ്ടാവില്ല. നല്ല സ്മെൽസാണ്. വേറെ സൈഡ് എഫക്റ്റും കാര്യങ്ങളൊന്നുമില്ല. സെൻസിറ്റീവ് സ്കിന്നുകാർക്കും കൂടി യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ബീഡോയിലാണ് കേട്ടോ ഇത് അത്യാവശ്യം ബീഡ് ഉള്ളവർക്ക് അടിപൊളി റിസൾട്ട് ഉണ്ടായിരിക്കും. അത് ഞാൻ ഉറപ്പ് തരാം. കാര്യം എന്ന് പറഞ്ഞാൽ നല്ല ഒരു റിസൾട്ട് കിട്ടുന്നുണ്ട്. എനിക്ക് അത്യാവശ്യം ഇപ്പോൾ കുറ്റിയായിട്ട് വരുന്നതുകൊണ്ട് നമുക്കത് അറിയാൻ പറ്റും. ആ ഒരു ഫീൽ, നമുക്ക് ടച്ച് ആൻഡ് ഫീൽ നമുക്ക് കിട്ടും. ഒരു താടി മീശ നല്ല കട്ടിയാക്കി വളർത്താനും പാച്ചസ് കവർ ചെയ്യാനായിട്ടൊക്കെ പറ്റിയ ഒരു ബീഡ് ഓയിലാണ്. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡാൻഡ്രഫ് പോലുള്ള പ്രശ്നങ്ങൾക്കോ അല്ലെങ്കിൽ റെഗുലർ ആയിട്ട് ബേസിസ് യൂസ് ചെയ്യാൻ പറ്റിയ ബീഡ് ഓയിലാണ് ഈ ഹാർഡൻസിൻ്റെ ഈ ഡിസിപ്ലിൻ എഡിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ബീഡ് ഓയിൽ വാങ്ങാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ വാട്സപ്പ് നമ്പറും ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടും ഞാൻ നമ്മുടെ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതിൽ മെസ്സേജ് അയച്ചാൽ മതി. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് അത്യാവശ്യം കോസ്റ്റ്ലിയാണ് കേട്ടോ. നമ്മൾ സാധാരണ ഒരു ബീഡ് ഓയിലിൻ്റെ കാട്ടി കുറച്ചും കൂടി കോസ്റ്റ് കൂടുതലാണ്. കാര്യം ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന ഇൻഗ്രീഡിയൻറ്റ് കുറച്ച് പ്രീമിയം ക്വാളിറ്റി ഇൻഗ്രീഡിയൻ്റ് ആയതുകൊണ്ടാണ്. പിന്നെ അതായത് നമ്മൾ ഈ ഹോണസ്റ്റ് ആമിഷ് അതുപോലെയൊക്കെയുള്ള കുറച്ച് ബ്രാൻഡുകളുണ്ട്. അപ്പോൾ അവർക്കുള്ളതൊക്കെ ഒരു ബീഡ് ഓയിലൊക്കെ ഏതാണ്ടൊക്കെ ഈ ഒരു കാറ്റഗറിയിൽ വരും. നല്ല പ്രീമിയം ക്വാളിറ്റി ഓയിൽസൊക്കെയാണ് അവർ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു കാറ്റഗറി അപ്പം കുറച്ച് കോസ്റ്റ്ലിയാണ്. ഇതിൻ്റെ വില എന്ന് പറഞ്ഞാൽ 1450 രൂപയാണ് കേട്ടോ. 50 ml ആണ്, 50 ml ആണ് ഈ ബോട്ടിൽ. വേറെ ഒന്നും പറയാനില്ല. അത്യാവശ്യം നല്ല പാക്കിങ് കേട്ടോ. പാക്കിങ് എല്ലാം അടിപൊളി പക്കയാണ്.
നമ്മൾ നോർമലി ഇതൊരു ഹാൻഡ് ക്രാഫ്റ്റഡ് ഫീലാണ് കേട്ടോ ഇതിന് വരുന്നത്. ഇതൊരു മൊത്തത്തിൽ ആ ഒരു വിൻറ്റേജ് സ്റ്റൈലാണ് നമ്മുടെ പഴയ ബിയർഡ് ഓയിൽ. പക്ഷേ ഇതെന്ന് പറയുമ്പോൾ കറക്റ്റ് ഒരു പക്ക പ്രീമിയം സാധനമാണ്. നമുക്ക് ആ ബോക്സ് എടുക്കുമ്പോഴത്തേക്കും പിന്നെ ആ ബോട്ടിൽ നമുക്ക് കയ്യിലെടുക്കുമ്പോഴത്തേക്കും നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ഇതിൻ്റെ യൂസും, ഇത് യൂസ് ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് എനിക്ക് അങ്ങനെ തന്നെയാണ്. പിന്നെ ഇത് യൂസ് ചെയ്യുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക കേട്ടോ. പിന്നെ ഇത് രണ്ടിലും ഏതാണ് ബെസ്റ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഞാൻ ഞാൻ 1 ബോട്ടിലെങ്കിൽ യൂസ് ചെയ്ത് നോക്കിയിട്ട് ഞാൻ എൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യാം. നിങ്ങൾക്ക് ഏതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് വാങ്ങി യൂസ് ചെയ്യാം. ഇത് യൂസ് ചെയ്യുന്നവർ ഇത് തന്നെ യൂസ് ചെയ്യുള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇതിനെക്കാട്ടി കുറച്ചും കൂടി ഒരു ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നി. അപ്പോൾ ഇത് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നവർ ഇത് നിർത്തിയിട്ട് ഇത് വാങ്ങണോ എന്ന് ചോദിച്ചാൽ വേണ്ട, നിങ്ങൾക്ക് ഇത് തന്നെ യൂസ് ചെയ്യാം. ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തതേ ഉള്ളൂ, വേറൊന്നും പറയാനില്ല. ഇന്നത്തെ വീഡിയോ കുറച്ച് ലെങ്ത് ആയെന്ന് തോന്നുന്നു. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. അതുവരെ കാണുമ്പോഴേക്കും ബൈ.